ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത സീസണിലേക്ക് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ മോഹൻ ബഗാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ പുതിയ താരങ്ങളെ സ്വന്തമാക്കുന്ന പ്രക്രിയ അവർ ആരംഭിച്ചു കഴിഞ്ഞതാണ്. യൂത്ത് ടീമിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതായത് ഭാവി വാഗ്ദാനങ്ങളെ അവർ സ്വന്തമാക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4ഓളം താരങ്ങളെ ഇതിനോടകം തന്നെ മോഹൻ ബഗാൻ കൊണ്ടുവന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഒരു താരം അത് സായൻ ബാനർജിയാണ്. ഈസ്റ്റ് ബംഗാളിന്റെ ഭാവി വാഗ്ദാനമാണ് സായൻ ബാനർജി. വലിയ പ്രതീക്ഷകൾ ഉള്ള ഒരു പ്രതിഭയാണ് സായൻ ബാനർജി. അദ്ദേഹത്തെ മോഹൻ ബഗാൻ സ്വന്തമാക്കുകയാണ്. ചിരവൈരികളായ ഈസ്റ്റ് ബംഗാളിൽ നിന്നാണ് സായൻ ബാനർജി ഇപ്പോൾ വരുന്നത്. 2 വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക. പ്രീ കോൺട്രാക്ട് ഇതിനോടകം തന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. അതായത് ഈസ്റ്റ് ബംഗാളിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു സായൻ ബാനർജി. അദ്ദേഹം ഇപ്പോൾ ചിരവൈരികളുടെ ടീമിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ താരത്തെ മോഹൻ ബഗാൻ ഇപ്പോൾ സ്വന്തമാക്കുകയാണ്. ഇനി മറ്റൊരു താരം, അത് മലയാളി താരമായ ജസിൻ TK ആണ്. അതായത് ഈസ്റ്റ് ബംഗാളിന്റെ റിസർവ് ടീമിന് വേണ്ടിയാണ് ജസിൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവുമായി ഇപ്പോൾ മോഹൻ ബഗാൻ അഗ്രിമെന്റിൽ എത്തി എന്നാണ് MBFT റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വരുന്ന സീസണിൽ ജസിനെ നമുക്ക് മോഹൻ ബഗാന്റെ ജേഴ്സിയിൽ കാണാൻ സാധിച്ചേക്കും. ജസിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് അത് മോഹൻ ബഗാനിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈസ്റ്റ് ബംഗാളിന്റെ 2 പ്രതിഭകളെ ഇപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കുകയാണ്. സായൻ ബാനർജി, ജസിൻ TK എന്നിവർ മോഹൻ ബഗാനിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു താരം, അത് ബംഗാളി മധ്യനിര താരമായ തന്മോയ് ഘോഷാണ്. അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് എത്തുകയാണ്. 28 വയസ്സുള്ള താരമാണ് തന്മോയ് ഘോഷ്. 1 വർഷത്തെ കരാറിലാണ് മോഹൻ ബഗാൻ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. ഇനി മറ്റൊരു താരം, അത് രാജ് ബസ്ഫോർ ആണ്. അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ചെന്നൈയിൻ FC ഭാഗമായിരുന്നു അദ്ദേഹം മോഹൻ ബഗാനെ തിരഞ്ഞെടുത്തു. 2 വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക. മറ്റു പല ക്ലബ്ബുകളിൽ നിന്നും അദ്ദേഹത്തിന് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാജ് ബസ്ഫോർ ഇപ്പോൾ മോഹൻ ബഗാനിലേക്ക് തിരിച്ചെത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ 4 താരങ്ങളെ മോഹൻ ബഗാൻ ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സീനിയർ താരങ്ങളല്ല, മറിച്ച് യുവ പ്രതിഭകളാണ്. വലിയ ഒരു ഭാവി കൽപ്പിക്കപ്പെടുന്ന താരങ്ങളെയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.